വെള്ളത്തിലിട്ട് കുതിർത്ത കടല കേട്ടോ. നമ്മളിന്ന് കൊന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. കൊന്തി ഉണ്ടാക്കുന്നത് ജൈവ സാധനങ്ങൾ വെച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു വാഴവള്ളിയാണ്. കൊന്തയ്ക്ക് ഒരടി തൊട്ട് 2 അടി വരെ ആവാട്ടോ നീളം. അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്തപ്പോൾ ഇതിങ്ങനെ മടക്കി പിടിച്ചാലേ, ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് 72 സെൻറ്റിമീറ്റർ, ഇങ്ങനെ മടക്കി പിടിച്ച 72 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇനി അത് കനം കുറച്ചിട്ട് സൂചിമ കുറത്തിട്ട് തേക്കാൻ പറ്റുമോ നോക്കട്ടെ. സൂചിക്ക് പറഞ്ഞാൽ വലിയ നല്ല നീളം കൂടിയ വട്ടം കൂടിയ സൂചിനെയും കുറച്ചുകൂടി നല്ലത്. എൻ്റെ കയ്യിൽ അതില്ല, സാധാരണ സൂചിയുള്ളൂ. അപ്പോൾ അത് കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ നൂലുമ കോർക്കും. അപ്പോൾ നമ്മൾ കൊന്ത ഉണ്ടാക്കേണ്ടത് ജൈവ സാധനങ്ങൾ വെച്ചിട്ട് വേണം. അപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്നത് കടലമണി കേട്ടോ, വെള്ളക്കടലും കറുത്തക്കടലും. സൂചി കൊണ്ട് ഓട്ടിയിട്ട് നോക്കട്ടെ, എന്നിട്ട് കയറ്റാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് സൂചി കയറുന്നുണ്ട്, സൂചി കയറിയിട്ടുണ്ട് ശരിക്കും കണ്ടോ. പക്ഷെ അത് ഓട്ട നോക്കട്ടെ. സൂപ്പറായി കയറിയിട്ട് അപ്പം ഇനി 1 മണി ചേർത്തു. ഇനി 10 വെള്ളമണി കുറക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ കുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കട്ടെ ഇനി അടുത്ത് പറ്റും. അടുത്ത് നമുക്ക് വൈറ്റ് മണി കുറത്ത് നോക്കാം. വൈറ്റിൽ വെള്ളക്കടല 10 എണ്ണം, കറുത്ത കടല അതിൻ്റെ ഇടയിൽ സ്വർഗസ്നായ പിതാവിനെ കറുത്ത കടലയും പിതാവിന് പുത്രനെയും കറുത്ത കടല, ഇടയിൽ നന്മ നടഞ്ഞ മറിയം 10 എണ്ണം ഇല്ലേ, അതിന് വെള്ളക്കടല. ഇതാണ് ഞാൻ ട്രൈ ചെയ്യണേ, നോക്കട്ടെ. കറുത്ത കടല ഓട്ടയിടാൻ എളുപ്പം കേട്ടോ. കാണാൻ ഭംഗി വൈറ്റ് ആണെങ്കിലും ഓട്ടയിടാൻ നല്ലത് നമ്മുടെ കറുത്ത കടല. കുറച്ചുകൂടി സ്ട്രോങ്ങാണ്. വെള്ളക്കടല പെട്ടെന്ന് ഇങ്ങനെ 2 കഷ്ണം ഞാൻ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ കണ്ടു ഇങ്ങനെ പൊളിഞ്ഞു വരിക, പെട്ടെന്ന് 2 പീസായി പോവുക. ഇതാവുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. അല്ല, കറുത്ത കടല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നോക്കട്ടെ. സൂചി കയറി. നമുക്ക് ഓക്കെ, ഒരു ഓട്ട കിട്ടിയിട്ടുണ്ട്. നോക്കി നോക്കട്ടെ. കടന്നു. അവസാനം നമ്മളിങ്ങനെ പതുക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ 10 എണ്ണം കയറ്റിയിട്ട് ഇനി വരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ ഇന്നേക്ക് ഞാൻ ഇത്ര ഉണ്ടാക്കുന്നുള്ളൂ. കാരണം പെട്ടെന്ന് തന്നെ ഒറ്റയിരിപ്പിൽ ഇന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പോൾ മോള് വരാറായി, സമയം 3:45. അപ്പോൾ മോള് വരാറായി. അപ്പം ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി അവൾ ഇളക്കി തരും. അപ്പം അതിനേക്കാളും നല്ലത് ഇത് ഞാൻ ഫ്രീസറിൽ വയ്ക്കാൻ പോവാം. കാരണം ഈച്ച് ഇതൊക്കെ വരാണ്ടിരിക്കുക. ചിലർ വാർണിഷ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നു, എനിക്കറിയില്ല. എന്തായാലും ഞാൻ സംഭവം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വാർണിഷ് അടിക്കുന്നുള്ളൂ. അതുവരെ ഞാനിത് എവിടെ വെക്കാൻ പോകുന്നു, ഫ്രീസറിൽ വെക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാം ഇത് ഫിനിഷിങ് ആവോ ഇല്ലേന്ന്. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. തരക്കേടില്ല, ബലമുണ്ട് കേട്ടോ. വാഴത്തണ്ടിന് അറ്റത്ത് ഞാൻ സെല്ലോ ടേപ്പ് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത കടലമണിയില്ലേ, അതിൻ്റെ നടുക്കൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ കൂടി ഇങ്ങനെ ഒന്നിച്ച് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഈ നോട്ട് ശരിക്കും വീണില്ല. എന്താ ഈ നോട്ട് കുഴപ്പമില്ല. കണ്ടോ നോട്ട്. അപ്പം അങ്ങനെ നോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് അപ്പം അതിങ്ങനെ അവിടെ നിന്നോളും. ആ 10 മണി ഇങ്ങനെ ഒറ്റത്തായിട്ട് നിന്നോളും. അപ്പം ഇനി വീണ്ടും നാളെ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വീണ്ടും കാണാം.
കേട്ടോ.